അതോടൊപ്പം തന്നെ അപ്പൊ അതിനകത്ത് പറയുമ്പോൾ ഒരു സംശയം വരുന്നുണ്ട്. ഇത് BJP പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകമാണ്. അതായത് ഈ നസ്രാണികളെ കൂടുതലായിട്ട് സനാതന ധർമ്മത്തിലേക്കും അതോടൊപ്പം തന്നെ ഹൈന്ദവ ദേശീയതയിലേക്ക് അടുപ്പിക്കണം, BJP അടുപ്പിക്കണം എന്ന് BJPയുടെ നേതാക്കൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദമാണ് ഈ നസ്രാണികളെ അടുപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മുസ്ലിം വിരുദ്ധത അതിനകത്ത് ഉണ്ടാവത്തില്ല. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ഒന്നിക്കുകയും മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മുസ്ലിങ്ങൾ ഒറ്റപ്പെടുത്തില്ല, അവർ ഒന്നിക്കുകയല്ലേ. തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ, കാന്തപുരത്തിന്റെ ഒരു വോട്ടം കിട്ടിയ ഇടതുപക്ഷത്തിന്. ഇടതുപക്ഷം ഒരുപാട് സഹകരണവും സഹായവും എത്രയോ മുസ്ലിങ്ങൾക്ക് നേരെ ഓരോ ജില്ല തിരിച്ചുകൊണ്ടുള്ള മുസ്ലിം സമുദായങ്ങളുടെ കൂട്ടായ്മയുടെ യോഗം പാർട്ടി വിളിച്ചു കൂട്ടിയില്ലേ. എന്തുമാത്രം സമയം മുടക്കി, എന്തുമാത്രം സമ്പത്ത് മുടക്കി. എന്നിട്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ ആരെങ്കിലും വോട്ട് കിട്ടിയോ? കഴിഞ്ഞ ദിവസം LSSുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, ഈ മേൽമുണ്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിലുണ്ടായ വിമർശനം, ഇതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? അത് ശിവരി മഠത്തിലെ ഇന്നത്തെ പ്രസിഡന്റ് സ്വാമി ഒരു അഭിപ്രായം പറഞ്ഞു. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞു. ഓരോരുത്തർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ല. ആ അഭിപ്രായത്തിൽ എതിരായി സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിന് മറുപടി ആയിട്ട് ശിവരത്തിലെ മഠത്തിലെ സന്യാസിസ്റ്റേറ്റൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരങ്ങോട്ടും പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടും മറുപടി പറഞ്ഞു. അതുകൊണ്ട് ആ കാര്യം ക്ലോസ്. ഈ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് SNDP യോഗത്തിന് ശക്തമായ നിലപാടുള്ള ഒരു പ്രസ്ഥാനമാണ്. ശക്തമായ നിലപാടുണ്ട്. പ്രത്യേകിച്ച് നവോത്ഥാനം അതിലൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു SNDP. അപ്പൊ ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഈ അനാചാരങ്ങളൊക്കെ ഉണ്ടാകുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വരുത്തില്ലേ? അല്ല, ഇതൊന്നും മാത്രമല്ല, ഇത് മാത്രമാണ്. എന്തെല്ലാം അനാചാരങ്ങളുണ്ട് ഈ രാജ്യത്തെ. അനാചാരങ്ങളൊക്കെ എന്തുമാത്രമാണ്. ഇവിടെ പൂജ നടത്തിയിരുന്ന കാളീനെയും ഉറവേനെയും ഇതിനൊക്കെ എന്തെല്ലാമാണ് ഇവിടെ കൊണ്ടു നടന്നത്. അതെല്ലാം അനാചാരമെല്ലാം ഗുരുദേവനല്ലേ ദൂരം കളഞ്ഞത്. അതുകൊണ്ട് ഈ രാജ്യത്തുള്ള അനാചാരങ്ങളെല്ലാം മാറ്റി നല്ല സമർത്ഥ സുന്ദരമായ ഒരു അവസ്ഥയിലേക്ക് ഒറ്റ ദിവസം കൊണ്ടിവിടെ എല്ലാം എത്തിക്കാന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. ഇപ്പൊ തന്നെ ഗുരുവായൂര് അനാചാരം കൊണ്ടായിരുന്നു മാറിയില്ലേ. അവിടെ കൃഷ്ണപിള്ള സഖാവ് മണിയടിക്കാൻ നിന്നപ്പോ അദ്ദേഹത്തിന് ഇടി കൊടുത്ത് കിടത്തിയില്ലേ. ഇപ്പൊ ആർക്കും കയറി മണിയടിക്കാനില്ല. അവിടെ തീണ്ടുപോലെ ഇല്ലായിരുന്നോ, അത് മാറിയില്ലേ. അങ്ങനെ മാറ്റങ്ങൾ ഒരുപാട്. ഇപ്പോ വൈക്കത്ത് വഴി നടക്കാൻ പാടില്ലായിരുന്നല്ലോ, ആ വഴി നടക്കാനുള്ള അവസരങ്ങളെല്ലാം കൂടെ പിന്നെ സമരം ചെയ്തുണ്ടാക്കിയില്ലേ. അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തുള്ള ക്ഷേത്രത്തില് പ്രത്യേകിച്ച് ഇതൊരു പുതിയ അഭിപ്രായമൊന്നുമല്ല സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത്. പുള്ളി ആ യോഗത്തിൽ ചെറിയൊരു മുഖ്യാവനം പ്രമാണിയാകാനായിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. ഇതെത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. SNDP യോഗത്തിന്റെയും ശാഖകളുടെയും യൂണിയനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ടുണ്ട് കയറണമെന്ന് ഞങ്ങൾ പ്രമേയം പാസാക്കി സർക്കാർ അവർക്ക് പലർക്കും കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ആളുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ചില ആൾ എന്നിട്ടും അതിന്റെ ചില തന്ത്രിമാരുണ്ട്, ഇത്തിരി കാലത്ത് തന്ത്രം കളിക്കുന്നുണ്ട്. അപ്പോ ഈ കാണിച്ചുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അവിടെ ആർക്കും മുസ്ലിമിനും കയറാം, ക്രിസ്ത്യാനിക്കും കയറാം. വിശ്വാസികളാണോ അവർക്കടുത്ത് കയറാം. ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണ്. വിശ്വാസികൾക്ക് ഉണ്ടെങ്കിൽ അവിടെ മുമ്പിൽ തിണ്ടുമല്ല വയ്ക്കാതെ വിശ്വാസികൾക്ക് ആ വിശ്വാസം അർപ്പിക്കാൻ അവിടെ കയറാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടെ വരാം. ഒരു ക്രിസ്ത്യാനിയല്ലേ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. 8 കൊല്ലം കഴിച്ചു ഞങ്ങൾ അമ്പലം ഭരിച്ചത് അച്ഛനാണ്. ആ പാട്ടിൽ മറ്റാർക്കും കയറാൻ പാടില്ലെന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടോ? ആ മനുഷ്യൻകാരനാണ് പബ്ലിക്കിന് കിട്ടിയത്. ക്ഷേത്രപ്രവേശന വിളംബരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കാലത്ത് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. പക്ഷെ അത് പിന്നീട് വലിയ സാമൂഹിക മാറ്റത്തിന് നടപ്പിലായപ്പോൾ വലിയ സാമൂഹിക മാറ്റം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ കാലാനുസൃതമായ ഒരു മാറ്റം വരേണ്ടതല്ലേ. ഇപ്പൊ NSSൽ നിന്ന് അവർ പറയുന്നു SNDP തീരുമാനിക്കേണ്ട, ശിവഗിരി മഠം തീരുമാനിക്കേണ്ട, ഇത്തരം തീരുമാനങ്ങൾ, അതായത് ഹിന്ദുക്കളുടെ കാര്യം തീരുമാനിക്കേണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അങ്ങനെ കാലാനുസൃതമായ ഒരു മാറ്റത്തിലേക്ക് പോകേണ്ടതല്ലെന്നല്ലേ SNDPക്ക് എന്താണ് തോന്നുന്നത്? SNDPക്ക് ഒന്നും തോന്നിട്ടില്ല. മഴക്കാരെന്ന് പറഞ്ഞ് അതിന് മറുപടി സുകുമാരൻ നായർ പറഞ്ഞു. അതിന് മറുപടി മഠവും പറഞ്ഞ്. SNDPയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമില്ല. അതിനൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് SNDPയും തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു പുത്തൻ വാർത്തയല്ല, അത് ഞങ്ങളുടെ അമ്പലങ്ങളിലാണ്. ഇതൊരു ഹൈന്ദവ ഐക്യത്തെ കുറിച്ച് പറയുന്നതിനെ ബാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. സാധാരണ ഹൈന്ദവ വിശ്വാസികളുടെ സംശയം അതാണ്. സ്പ്ലിറ്റ് വരുന്നുണ്ടല്ലോ. അതെ, കാരണം ഒരു കാര്യമുണ്ട്, ഹിന്ദുക്കളിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വിഭാഗങ്ങള് ഈ ഐത്തവും വന്ന് പറഞ്ഞ് അകന്നു നിൽക്കാതെ ഇവരെല്ലാം തന്നെ യോജിച്ചു പോകണമെന്നാണ്. കാരണം നിങ്ങൾ ആചാരവും അനുഷ്ഠാനവും ഒക്കെ പറഞ്ഞാലേ ബ്രാഹ്മണരുടെ അനുഷ്ഠാനമാണ് ഇതുണ്ട്, അല്ല നായർ അനുഷ്ഠാനമാണോ പുലയരുടേത്. അങ്ങനെ
അനുഷ്ഠാനവും ആചാരങ്ങളും നടത്തുമ്പോൾ ഹിന്ദുക്കളിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളില്ലേപ്പാ. ഇതുപോലെ തന്നെ ക്രിസ്ത്യാനികളുണ്ട്, കുരിശനെ വെച്ച് പൂജിക്കുന്നവരുണ്ട്, അവർ ബിംബത്തെ പൂജിക്കാനാ. മുസ്ലിങ്ങളിലെ ആചാരാനുഷ്ഠാന വ്യത്യാസങ്ങൾ. അപ്പൊ ഈ ആചാരാനുഷ്ഠാനങ്ങളുള്ള വ്യത്യാസങ്ങൾ കണക്കാക്കാതെ ഹിന്ദുക്കൾ ഒന്നാകണം. ഇത് തന്നെയാണ് മുസ്ലിം സമുദായത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വ്യത്യാസം ഉള്ള ആളുകളുണ്ട്, അവരൊന്നിച്ചു പോകുന്നില്ലേ. അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളില്ലേ, ഇവിടെ മരുന്ന് കഴിക്കേണ്ട പ്രാർത്ഥന കൊണ്ട് രോഗം മാറുമെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളില്ലേ. അപ്പൊ ആചാരങ്ങളിൽ അവരുടെ വ്യത്യാസം, പക്ഷെ ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ ഒന്നിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ വിമർശനം വരുന്നു. ഈ ഇത്തരത്തിൽ SNDP മുന്നോട്ട് വെച്ച, ശിവഗിരി മഠം മുന്നോട്ട് വെച്ച ആ ഒരു തീരുമാനത്തിൽ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയ നവോത്ഥാനത്തിന് വഴിതെളിക്കുന്ന, അല്ലെങ്കിൽ അത്തരം മാറ്റത്തിലേക്ക് തിരിതെളിക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ആ യോഗത്തിൽ പറയുന്നത് മുഖ്യമന്ത്രിക്കടക്കം വിമർശനം നേരിടേണ്ടി വരികയാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിലല്ല, എന്തെങ്കിലും ദിവസം വിമർശനം ഇല്ലാത്ത ദിവസമുണ്ടോ? അതൊക്കെ ഒരു ഭരിക്കാൻ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന ഒരാള് ആരായാലും പല വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. അതിനൊരു ചെറിയ കാര്യം മാത്രമേ ഇതുള്ളൂ, ഇതിനേക്കാൾ വലുത് എന്തെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ തന്നെ 101 അവന്റെ കോടി രൂപ കൊടുത്ത് മറ്റേ ആൾക്കെന്നും പറഞ്ഞൊക്കെ വാർത്ത നിങ്ങളൊക്കെ തന്നെ അമ്പാനിക്ക് കൊടുത്തെന്ന് പറഞ്ഞല്ലേ. അതുമായിട്ട് നോക്കുമ്പോൾ ഇത് വലുതുണ്ടാ? ഇതൊന്നുമല്ല. അപ്പൊ ഇങ്ങനെ ഭരിക്കുന്നവന്റെ പേരിൽ ആരായാലും വിമർശനം വരും. ആ കസേരയിൽ ഇരുന്നില്ലെങ്കിൽ ഒരു വിമർശനവും വരത്തില്ല. ഇപ്പൊ വിമർശനം സ്വാഭാവികമാണ്. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവല്ലെന്നൊരു പരാമർശത്തില് മുഖ്യമന്ത്രി വീണ്ടും ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് അത് ഈ സനാതനം ഞാൻ അത്രയും പഠിച്ചിട്ടുണ്ടോ? ഞാൻ പണ്ഡിതനല്ല, അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ട്. സനാതനം എന്ന് പറഞ്ഞാൽ അങ്ങാടി വരുന്ന പച്ച മരുന്നാണെന്ന് അറിയാൻ പാടില്ലാത്ത എന്നോട് അതിനെപ്പറ്റി വലിയ ഗഹനമായ പാണ്ഡിത്യമുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്യും. ഈ പാവം പിടിച്ച ഒരു സമുദായത്തിന്റെ നേതാവിനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, അത് പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്യും. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കുന്നത്, നമ്മുടെ ഈ രമേശ് ചെന്നിത്തല കുറെ നാൾ 11 വർഷമായിട്ട് NSS ആയിട്ടൊരു ബന്ധമില്ല നിൽക്കുന്നു. ഇപ്പൊ വീണ്ടും ഈ രമേശ് ചെന്നിത്തലയെ പ്രധാനപ്പെട്ട പ്രസംഗകനായിട്ട് പെരുന്നേല സമ്മേളനത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതെങ്കിലും ഒരു പ്രത്യേക താക്കോൽസ്ഥാനം കിട്ടാൻ വേണ്ടി വല്ലോ ആണോ? അത് എനിക്കറിയില്ല. ഏതായാലും 11 കൊല്ലം പുറത്തു നിർത്തി, ഇപ്പൊ അദ്ദേഹത്തെ വിളിച്ച് അകത്തൊരു അസരയിരുത്തി. മാത്രമല്ല NSSന്റെ പുത്രനാണെന്നല്ലേ പറഞ്ഞത്. അത് കടന്നുപോയെന്ന് എനിക്ക് തോന്നിപ്പോയി. NSSന്റെ പുത്രനായി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ കയറിയാൽ അങ്ങനെ NSSന്റെ പുത്രനായിട്ടല്ലേ പ്രവർത്തിക്കുള്ളൂ. അച്ഛനു വേണ്ടിയല്ലേ മകൻ പ്രവർത്തിക്കുള്ളൂ. കടന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു.